welcome to my YouTube channel. Whatever you do, don't lose the Lord. Lose everything, lose everyone, but don't lose the Lord. So നമ്മൾ ഇന്ന് മുംബൈ ഡാബറിൽ ഇറങ്ങി. മുംബൈ കാണാൻ വേണ്ടി വന്നേക്കാം. സോ ഞാൻ ഇറങ്ങിയത് മുംബൈയിൽ ഡാബർ എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ഇവിടെ റെസ്റ്റിംഗ് റൂം, വാഷ്റൂം ഒന്നുമില്ല. പൈസ കൊടുത്തിട്ട് കയറണം. ഓക്കെ, ഇവിടെ വന്നിട്ട് കുറേ തപ്പാൻ നിൽക്കണ്ട. ഇവിടുന്ന് നേരെ നമുക്ക് ഇത് കാണാം, ചന്ത, ലൈക്ക് വെജിറ്റബിൾസ് ഒക്കെ കിട്ടൂലേ റേറ്റ് കുറവിൽ. ചന്തമേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ഞാനൊരു സൺഫ്ലവർ വാങ്ങി 80 രൂപക്ക്. ഞാൻ ബാർഗൈനൊന്നും ചെയ്യാൻ നിന്നില്ല, ഇതിൽ കുറച്ച് കിട്ടും. ഈ ഫ്രൂട്ട്സിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. സ്ട്രോബെറി രണ്ട് ബോക്സ് സ്ട്രോബെറിക്ക് 80 രൂപ ഉള്ളൂ. 80 അല്ല, 100 രൂപ പറഞ്ഞു. പക്ഷെ 80 ആക്കി. ഇനി നമ്മൾ പറഞ്ഞതിനെ കുറച്ചും കൂടി കുറക്കും. നമ്മുടെ നാട്ടിൽ 150 ഒരു ബോക്സിന്. ഇതിൻ്റെ പറ്റിച്ച തോന്നുന്നുണ്ട്. ഇതിന് 80 രൂപ ഒന്നും ഇല്ല തോന്നുന്നു. ഒരു 50-40 ഒക്കെ തോന്നുന്നു. പിന്നെ ഞാൻ വല്ലാണ്ട് ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. സോ നമ്മൾ ബാർഗെയിൻ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വില കുറവിൽ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. നല്ല രസമുണ്ട് കേട്ടോ. ബാംഗ്ലൂരുള്ള പോലത്തെ ആ ഒരു വൈബൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ. ഫുള്ള് നല്ല രസമുണ്ട്. ഫ്ലവേഴ്സ് മാത്രമല്ല, ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്സൊക്കെ. സീ ഗൈസ്, അനദർ ബിസിനസ് ഐഡിയ. പശുവിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർ വന്ന് പൈസ കൊടുക്കും, എന്നിട്ട് ഓരോ തീറ്റിക്കും. വാട്ട് ആൻ ഐഡിയ, റൈറ്റ്? ബിസിനസ് വളർച്ച. ഇവിടെ വന്നാൽ നല്ല അടിപൊളി ബിസിനസ് ഒക്കെ കാണാം. നേരത്തെ ഞാൻ കാണിച്ചത് പശുവിൻ്റെ ഓണർ അവരാണ്. തീറ്റൊക്കെ അവർ മേടിക്കും, എന്നിട്ട് പശുവിനെ അവിടെ കൊടുന്ന് വെക്കും. എന്നിട്ട് എന്താണ് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് പശുവിന് തീറ്റ കൊടുക്കല്. മീൻസ് ഇവർ പൈസ കൊടുക്കുക ഓണറിന്, ആ പശുവിൻ്റെ ഓണറിന് പൈസ കൊടുത്തിട്ട് ആ തീറ്റ വാങ്ങിയിട്ട് ആ പശു കൊടുക്കുക. നൈസ് ബിസിനസ്, റൈറ്റ്? ഐ ലൈക്ക് ഇറ്റ്. ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കുറേ ഹോട്ടൽസ് ഉണ്ട്. ഫുള്ള് വെജാട്ടാ. നോൺ വെജ് ഉണ്ടാവും, തപ്പിക്കന്നെ കിട്ടിയിരിക്കും. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ മൊത്തം വെജാണ് കണ്ടത്. സോ ഐ എം ഹിയർ ടു ഈറ്റ് മസാല ദോശ. മസാല ദോശ വിത്ത് സൺഫ്ലവർ. ഇതാണ് ഇവരെ മെനു. ഞാൻ ഇവരെ ചൈനീസൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നോൺ വെജാവുന്നു. നോൺ വെജ് അല്ല, വെജായിരുന്നു. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ എനിക്ക് മനസ്സിലായത് മസാല ദോശയാണ്. സോ വെറുതെ അതും ഇതും. എനിക്ക് പൊതുവെ പുറത്തുനിന്ന് സാമ്പാർ ഇഷ്ടമില്ല. കാരണം ചെറിയൊരു മധുരം ടേസ്റ്റിനോടെ. മസാല ദോശ ഇഷ്ടമല്ല, കിട്ടുന്നത് കുഴപ്പമില്ല. ഇൻട്രസ്റ്റിംഗ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമുക്ക് ടാക്സി കിട്ടും. ടാക്സിക്ക് വേണ്ടി ഒരു ക്യൂ നിൽക്കാം. അങ്ങനെ അവരെ ഓരോരുത്തരെ കൊണ്ടുപോയിക്കോളും. ഇതാണ് കേട്ടോ ശ്രീ ദാദർ. ഇതാണ് ശ്രീ സ്വാമി നാരായണ മന്ദിർ. ഓക്കെ, സോ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇതാണ് പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട്. കോളിംഗ് ക്ലാസ് കൊള്ളാമല്ലേ? ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട്, പക്ഷേ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ ഡെമോസ് ഉണ്ട്.
പക്ഷെ ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കയറണം എല്ലാവരും ഇവിടെ വരുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്, മനസ്സിലാവില്ല വല്ലാണ്ട് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ഈ നമ്മൾ നേരെ ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ പോവും, എന്നിട്ട് ഇങ്ങനെ അങ്ങനെയല്ല പ്ലാറ്റ്ഫോം 1, 2 പോവാൻ. ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പേയ്മെൻറ്റിൻ്റെ ഒക്കെ ഉണ്ടാവും, പിന്നെ അപ്പുറത്ത് കുറച്ചുണ്ടാവും, പിന്നെ അപ്പുറത്ത് കൂടെ ഒക്കെ ആയിരിക്കും പ്ലാറ്റ്ഫോം 2 പോവാൻ. അങ്ങനെയാണ്. സോ കൺഫ്യൂഷൻ വരും. സോ ശ്രദ്ധിക്കുക, ട്രെയിൻ കയറുമ്പോൾ ശ്രദ്ധിക്കുക, അതേപോലെ പ്ലാറ്റ്ഫോം ഇതാക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ എക്സിറ്റ് ഭാഗത്താണ് തോന്നുന്നത് മാർക്കറ്റ്, ഞാൻ ഫസ്റ്റ് കാണിച്ച മാർക്കറ്റുള്ളത്. പിന്നെ ഇതിൻ്റെ എക്സിറ്റ് ഭാഗത്താണ് തോന്നുന്നത് ആ മന്ദിറുള്ളത്. ഞാൻ കാണിച്ചൊരു മന്ദിരം ഉണ്ടല്ലോ, വീഡിയോയിൽ കാണിച്ച മന്ദിരം അതുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിലാണ് തോന്നുന്നത് മാർക്കറ്റുള്ളത്. കൺഫ്യൂഷൻ ഉണ്ട്, എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മനസ്സിലാവത്തില്ല ഏതൊക്കെ പോയിന്ന് ഇങ്ങനെ പോയെന്നൊന്നും മനസ്സിലാവത്തില്ല. സോ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ 2 പ്ലേസും ഇതിൻ്റെ ചുറ്റിയിട്ടാണ് ഇരിക്കുന്നത്. ഏത് മന്ദിറും, അതേപോലെ മന്ദിരം നല്ല രസം കിട്ടാൻ കാണാൻ, നല്ല ആർക്കിടെക്ചറാണ് അതിൻ്റെ. പിന്നെ മാർക്കറ്റും കാണാൻ നല്ല രസമുണ്ട്. മോർണിംഗ് അടിപൊളിയാണ്. മോർണിംഗ് വരാനില്ല, ഇതിന് ഈ ടൈമിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പോയി നോക്കിയിട്ടില്ല. മോർണിംഗ് വരുന്നവരെന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നല്ല രസമാണ്, ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആവും. അതേപോലെ മന്ദിരം ഒരു ഗുഡ് എക്സ്പീരിയൻസ്. സോ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. കാരണം എന്താ വെച്ചാൽ നല്ല എക്സ്റ്റെൻഡ് ആവും. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഞാൻ ഇട്ട ഡ്രസ്സ് തിരിഞ്ഞു പോയി, ഇത് പുറം വശത്ത് ഞാൻ അങ്ങനെ തലയിൽ കൂടെ ഇട്ടതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് എന്താണ് എനിക്ക് ഈ ദാദറും കൂടി കൺഫ്യൂസ്ഡ് ആവും. ദാദർ മാർക്കറ്റ്. ഈ ഒരു ലാസ്റ്റിലും ഇഷ്ടംപോലെ മാർക്കറ്റ്സ് ഉണ്ട്, അതേപോലെ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ടും ഉണ്ട്, അതേപോലെ ഇഷ്ടംപോലെ എന്താ പറയുക ഇതില് ഡോറിമെട്രിയും ഇഷ്ടംപോലെ ഡോറിമെട്രിയും അവൈലബിൾ ആണ്. സോ സ്റ്റേ ഒന്നും ആലോചിച്ച് പേടിക്കണ്ട. പിന്നെ ഈ എന്താ പറയുക ഇതില്ലേ ന്യൂ ഇയർ ആകുമ്പോൾ നല്ല റേറ്റ് കൂടും. സോ നമ്മളെ ബാർഗെയിൻ സ്കില്ല് വെച്ചിരിക്കും എല്ലാതും. ഇവിടുത്തെ പ്രൈസിങ്ങും ഹോട്ടലിൻ്റെ പ്രൈസിങ്ങും എല്ലാം. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് വരാൻ ഓക്കെ ഫൈൻ വരാം, ഇപ്പോൾ വരാൻ നമുക്ക് വേറെ എന്താണ് ഡോർമെട്രി പോയി അന്വേഷിക്കുക, അപ്പോൾ നമുക്ക് അതിനെക്കാട്ടും വില കുറവിൽ കിട്ടും. അങ്ങനെ. സോ ഇറ്റ് ട്യൂൺഡ് ഫോർ മൈ സെക്കൻഡ് പാർട്ട്. Till then, bye.